അമേരിക്കയിൽ വമ്പൻ സ്ഫോടനമുണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇറാനുമായുള്ള ആക്രമണം അമേരിക്ക തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്കയിൽ പല ഭാഗത്തും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അമേരിക്കയുടെ വ്യാവസായിക മേഖലകളിലാണ്, ഡിഫൻസ് സെക്ടറുകളിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ അമേരിക്കയിലെ വാഷിംഗ്ടൺ പേപ്പർ മില്ലിൽ കെമിക്കൽ ടാങ്ക് പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 9 തൊഴിലാളികളെ ഇതിനോടകം കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം നമുക്ക് ലഭിക്കുന്നുണ്ട്. അമേരിക്കയിലെ തെക്കു പടിഞ്ഞാറൻ വാഷിംഗ്ടണിൽ നിന്ന് വളരെ ഭയാനകമായിട്ടുള്ള ഈ റിപ്പോർട്ട് പുറത്തു വരുന്നു. അവിടുത്തെ ഒരു പൾപ്പ് ആൻഡ് പേപ്പർ മില്ലിൽ ഒരു കെമിക്കൽ ടാങ്ക് പൊട്ടിത്തെറിച്ച് വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. ഈ ഭയാനകരമായ സ്ഫോടനത്തിൽ നിരവധി പേർ സംഭവ സ്ഥലത്ത് തന്നെ ദാരുണമായി മരിച്ചു. അതേസമയം 9 പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രാദേശിക അഗ്നിശമന വകുപ്പും കമ്പനി ഭരണകൂടവും അപകട സ്ഥലത്ത് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ലഭിച്ച വിവരങ്ങളനുസരിച്ച് തെക്കു പടിഞ്ഞാറൻ വാഷിംഗ്ടണിലെ നിപ്പോൺ ഡെനവേവ് പാക്കേജിംഗ് കമ്പനിയിൽ ചൊവ്വാഴ്ച രാവിലെ പ്രാദേശിക സമയം 7:15 ഈ ദാരുണമായ അപകടം നടന്നത്. മില്ലിനുള്ളിലെ ഒരു ചെറിയ കെമിക്കൽ ടാങ്കിൽ പെട്ടെന്നൊരു വലിയ സ്ഫോടനമുണ്ടായി. അത് വളരെ ശക്തവുമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് മുഴുവൻ യൂണിറ്റും അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ഫോടനം റിപ്പോർട്ട് ചെയ്ത ഉടനെ ഏകദേശം 40 അഗ്നിശമന സേനാംഗങ്ങളും പാരാമെഡിക്കലുകളും പ്രാദേശിക അപകടകരമായ വസ്തുക്കളുടെ ഒരു പ്രത്യേക സംഘവും സ്ഥലത്തെത്തി. കുടുങ്ങിപ്പോയ 9 ജീവനക്കാരെ കണ്ടെത്തുന്നതിനായി മണിക്കൂറുകളോളം വിപുലമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഗുരുതരമായ പൊള്ളലേറ്റും വിഷവാതകം ശ്വസിച്ചും നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.